റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ നമുക്ക് കടക്കാമല്ലോ. ഈ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗാർത്ഥി ചെറുതായെങ്കിലും ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞിരിക്കണം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ധനങ്ങളിൽ നിന്ന് മറ്റ് ചില ഇന്ധനങ്ങളിലേക്ക് മാറിപ്പോവേണ്ട ആവശ്യകത എന്നു മുതലാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രാരംഭഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്രത്തോളം ചർച്ചകളൊന്നും നടന്നില്ല. എന്നാൽ എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ 1970 കാലഘട്ടങ്ങളിലാണ്. ഓക്കെയാണ്, 1970 കാലഘട്ടങ്ങളിലാണ്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടങ്ങളിലാണ് ഊർജ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാകുന്നത്. അതായത് എന്തെന്നറിയോ, നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാം. അതായത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്, പാരമ്പര്യമായി ഉപയോഗിച്ചുകൊണ്ട് വരുന്നവയാണ്. ഓക്കെയാണേ. ഇപ്പം ഇത്തരം ഊർജ്ജ സ്രോതസ്സുകൾ എല്ലാ രാജ്യങ്ങളിലും സുലഭമല്ല എന്നുള്ളതാണ്. അപ്പം ചില രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. മറ്റു ചില രാജ്യങ്ങൾ ആവശ്യാനുസരണം ഇവയിൽ നിന്നത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണേ. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഏത് രാജ്യങ്ങളിൽ നിന്നാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അത്തരം രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ ആ ഇന്ധനത്തിൻ്റെ വില ഗണ്യമായി വർദ്ധിക്കുകയും ആവശ്യകതയ്ക്കനുസരിച്ചുള്ളത് ഉൽപ്പാദനം ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യും. അത് ആഗോള പ്രതിസന്ധിയെ വളരെ രൂക്ഷമായി എന്ത് ചെയ്യും, പ്രതിഫലിപ്പിക്കും, അല്ലെങ്കിൽ വളരെ രൂക്ഷമായി ബാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു 1970. കാരണം ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ലോകരാജ്യങ്ങൾ മറ്റൊരു ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറണമെന്ന ചിന്താഗതി ആരംഭിക്കുന്നു. അതിന് കാരണമായൊരു യുദ്ധമുണ്ട്. പല യുദ്ധങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിലും എടുത്തു പറയുന്ന ഒരു യുദ്ധമാണ് 1973 യോം കിപ്പൂർ വാർ. ഓക്കെ അല്ലേ? 1973 യോം കിപ്പൂർ വാർ. ഈ യോം കിപ്പൂർ വാർ എന്നുള്ള പേരാണെങ്കിൽ അത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ അറബ് രാജ്യങ്ങൾക്കിടയിലും ഇസ്രായേൽ എന്ന രാജ്യത്തിനും ഇടയിലായിരുന്നു. ഓക്കെയാണേ. അറബ് രാജ്യങ്ങൾക്കും, അത് അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഈജിപ്റ്റ്, സിറിയ ലീഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അവർ മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രായേൽ എന്ന മറ്റൊരു അറബ് രാജ്യവുമായിട്ടായിരുന്നു. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും ഇത് അറബ് രാജ്യങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഫോസിൽ ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിക്ഷേപം കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തരം രാജ്യങ്ങളിലായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആഭ്യന്തര കലാപങ്ങളോ യുദ്ധങ്ങളോ അതൊക്കെ തന്നെ ഈ ഇന്ധനങ്ങൾ, അതായത് ഫോസിൽ ഇന്ധനങ്ങൾ, എണ്ണ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ലഭ്യത കുറവിലേക്കും വില വർധനവിലേക്കും നയിക്കും. ഓക്കെയാണേ. പിന്നെ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ മറ്റു പല രാജ്യങ്ങളും ഈ യുദ്ധങ്ങളിലേക്ക് എന്ത് ചെയ്യും, അവയെ ചേരും. അങ്ങനെ അമേരിക്ക ഇസ്രായേലിനോട് സഖ്യം ചേരുകയും അതുപോലെ അറബ് രാജ്യങ്ങളോട് സോവിയറ്റ് യൂണിയൻ സഖ്യം ചേരുകയും ചെയ്തു. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സഖ്യം ചേർന്ന രാജ്യങ്ങൾ അല്ലാത്ത രാജ്യങ്ങൾക്കെതിരെ രൂക്ഷമായ നടപടികളായിരിക്കും ഇത്തരം രാജ്യങ്ങൾ എടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യും, അത്രത്തോളം പ്രോത്സാഹിപ്പിക്കില്ല, അവരുടെ അളവ് എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടാവുന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി ഉണ്ടാവുന്ന അത്രത്തോളം ആഭ്യന്തര ഉൽപ്പാദനം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, വില ഗണ്യമായി വർദ്ധിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ എക്കോണമിയെ പിടിച്ചുലക്കാൻ പോലും ശക്തമായിട്ടുള്ള ഒന്നാണ്. അപ്പം അവിടെ ആ എക്കോണമിയെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ബാക്കി രാജ്യങ്ങളെല്ലാം ബാധിക്കും. അതിപ്പോൾ അമേരിക്ക ആയാലും ന്യൂസിലൻഡ് ആയാലും ഓസ്ട്രേലിയ ആയാലും ഇന്ത്യ ആയാലും എല്ലാം അവിടെ മൊത്തത്തിൽ അത് ബാധിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും കാണിത്തരാം. 1973 യോം കിപ്പൂർ വാർ അത് ഈ പറയുന്ന ഒരു എനർജി ക്രൈസിസിന് കാരണമായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ അറിഞ്ഞിരിക്കണം എന്താണ് യോം കിപ്പൂർ വാർ എന്ന്. അറബും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെയാണ് യോം കിപ്പൂർ വാർ എന്ന് വിളിക്കുന്നത്. ഓക്കെയാണേ. അപ്പോൾ ബേസിക് കാര്യം ഇതാണ്, 1970 കാലഘട്ടത്തിൽ, അത് 70 എന്ന് പറയുന്ന വർഷമല്ല, 70 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് ഊർജ്ജ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇറാനിയൻ റവല്യൂഷനും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ പിടിച്ചുലക്കിയതുപോലെ തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെയും പിടിച്ചുലക്കി. ഓക്കെയാണേ. അപ്പോൾ ഇവിടെയും മാറി ചിന്തിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് ചിന്താഗതികൾ വരികയും
മറ്റ് പല ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ചുള്ള പഠനം നടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറയുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ഇതിൻ്റെ ഭാഗമായി 1981 കേസ് രൂപീകരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. കേസ് ഓക്കെ ആണേ. എന്താണ് കേസ്? കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ ആണേ. കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് ഇനി വേണ്ട ഊർജ്ജ സ്രോതസ്സുകൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്മീഷനെ നിയമിക്കുന്നു. കാരണം പഠനത്തിൻ്റെ ആദ്യ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഇതിനെക്കുറിച്ച് പഠിക്കുക, അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വേണ്ടിയിട്ട് 1981 എന്ന് പറയുന്ന വർഷത്തിൽ CASE കേസ് രൂപം കൊള്ളുന്നു. കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ ആണേ. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വകുപ്പിൻ്റെ കീഴിലാണ് എന്ത് ആരംഭിക്കുന്നത്? കേസ്. അപ്പോൾ പഠനം നടക്കുകയും പിന്നീട് വർഷാവർഷങ്ങളിൽ ഇതുപോലെയുള്ള പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുടെ, അതായത് കൺവെൻഷണൽ ഊർജ്ജ സ്രോതസ്സുകളെ, കൺവെൻഷണൽ എനർജി സോഴ്സസിൻ്റെ ലഭ്യത ഇനിയും കുറയുകയും, കാരണം അവരെ ഇനി പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, അപ്പോൾ അവയുടെ ലഭ്യത കുറയും എന്ന് നിഗമനത്തിലെത്തുകയും ഇത് രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാവുമെന്നൊക്കെ മനസ്സിലാക്കി 82 ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റായി പരിണമിക്കുകയാണ് ചെയ്തത്. അതായത് കമ്മീഷൻ എന്നതിനെ മാറ്റി അതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ആദ്യം പഠനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ, പിന്നെ അതിനെ എന്ത് ചെയ്തു? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാക്കി 1982 അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റായി മാറി. ഓക്കെ ആണേ. 1982 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നായി പരിണമിക്കുകയും ചെയ്തു. ഓക്കെ ആണേ. അപ്പോൾ ഒരു കമ്മീഷനായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക്, അണ്ടറിലേക്ക് എന്ത് വരുന്നു? കേസ് കയറി വരുന്നു. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലായി എന്ത്? ഈ പറയുന്ന കേസ്. ഓക്കെ ആണേ. അങ്ങനെ 1982 ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ശേഷം പിന്നെയും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കീഴിൽ കമ്മീഷനും ഉണ്ട്. പിന്നെയും 10 വർഷത്തെ കാലയളവിന് ശേഷം 1992 ഇതൊരു മിനിസ്ട്രിയുടെ ഭാഗമായി, കാരണം ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റായി മാത്രം നിന്നാൽ ഒതുങ്ങിയാൽ പോരാ, ഇതൊരു വകുപ്പായി മാറണം, ഇതൊരു മിനിസ്ട്രിയുടെ കീഴിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് 1992 മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് നിലവിൽ വരും. ഓക്കെ ആണേ. മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് നിലവിൽ വരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗങ്ങളൊന്നും ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഹിസ്റ്ററി ആണ് എങ്കിൽ പോലും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെയാണ്. അപ്പോൾ 1982 ഇതെന്തായി? മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്, അതായത് ഒരു വകുപ്പായി, ഒരു മന്ത്രാലയമായി, മിനിസ്ട്രിയായി മാറി. ഓക്കെയാണ്. ഇതിൻ്റെ ആസ്ഥാനമായി കണക്കാക്കുന്നത് ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ഓക്കെയാണ്. 1992 ഇത് മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയി മാറി. നമ്മൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? അത് ഒരു തവണ കൂടി പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ചിട്ട് ആ കാര്യം പറയാം. അപ്പോൾ എന്താണ്? 1970 കാലഘട്ടത്തിലെ യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം ഇന്ത്യയിലും ഊർജ്ജ പ്രതിസന്ധിക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ, അതിനെ മറികടക്കാൻ പുതിയ ഊർജ്ജ സ്രോതസ്സുകളെ തേടിപ്പോകാനുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും 1981 കേസ് നിലവിൽ വരികയും അത് 1982 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന വകുപ്പായി മാറുകയും അത് 1992 മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സായി മാറുകയും ചെയ്തു എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചേ, ഉറപ്പിച്ചേ. എങ്കിതാ ഇതിനു വേണ്ടിയിട്ടാണ് അത് പഠിച്ചത്. എന്താണെന്നറിയോ? രാജ്യത്തിൻ്റെ ഊർജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി പുനഃസ്ഥാപിക്കാവുന്ന ഊർജം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജം എന്ന് പറഞ്ഞാൽ അത് റിന്യൂവബിൾ എന്നാണ്. റിന്യൂവബിൾ അല്ലെങ്കിൽ പാരമ്പര്യമായി അല്ലാത്തത് നോൺ കൺവെൻഷണൽ. ഓക്കെ ആണേ. അപ്പോൾ റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ കൺവെൻഷനലിന് വേണ്ടിയിട്ട് അത് വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഏജൻസിയാണ്. അതായത് ഏജൻസി എന്ന് പറഞ്ഞാൽ ഇതൊരു മന്ത്രാലയമാണ്. അതാണ് ഏത്? പാരമ്പര്യേതര പുനരുൽപാദന ഊർജ്ജ മന്ത്രാലയം. ഓക്കെ ആണേ. പാരമ്പര്യേതര പുനരുൽപാദന ഊർജ്ജ മന്ത്രാലയം. ഉറപ്പിച്ചേ. പാരമ്പര്യേതര പുനരുൽപാദന ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ ഇംഗ്ലീഷാണ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. നിങ്ങൾ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ടേമുകൾ പ്രധാനമായും ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ ആണേ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം കൺവേർഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു പക്ഷേ പ്രോപ്പറായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ അല്ല എങ്കിൽ ഇംഗ്ലീഷ് ടേമുകളാണ് കുറച്ചുകൂടെ നമുക്ക് ഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്ക് തരുന്നത്. അതുകൊണ്ട് നോക്കി വെച്ചോണം. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയോ? 1992 മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആയിരുന്നെങ്കിൽ 2006 മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നായി മാറിയത്. ഓക്കെയാണ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല.
ഇപ്പോൾ 2006 എന്തായി? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഇപ്പോൾ നിലവിൽ എന്താണ് അതിൻ്റെ പേര്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ അതായത് ഈ പറയുന്ന സമയത്ത് അതിൻ്റെ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷിയാണ്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ നിലവിലെ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ആരുടെ അണ്ടറിലാണ് എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി എന്നാണ്. ഓക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോണേ. ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. എന്തിന്? പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ മേഖലയുടെ ഉന്നമനത്തിനും വികസനത്തിനും ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക മന്ത്രാലയം നിലവിലുള്ള ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. ആ ഒരു ബഹുമതിക്ക് അർഹമായത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പുനഃസ്ഥാപിക്കാവുന്ന ഊർജ മേഖലയുടെ ഉന്നമനത്തിനും അതായത് വളർച്ചയ്ക്കും വികസനത്തിനും ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക മന്ത്രാലയം നിലവിലുള്ള ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ആ ഒരു ബഹുമതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇത്രയും നേരം പറഞ്ഞ വാക്കുകൾക്കിടയിൽ നിങ്ങൾ കേട്ട വാക്കുകൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് അതുപോലെ നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്താണ്, അവയെക്കുറിച്ച് അടിസ്ഥാന വസ്തുതകൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ്. ഭൂമിയിലെ എല്ലാ ഊർജ്ജ സ്രോതസ്സുകളെയും രണ്ടായിട്ട് തിരിക്കാമെന്നാണ് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയുണ്ട്. വ്യക്തമായിട്ട് കേട്ടോണേ. ഒന്നുമില്ല, റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അതായത് അത് കഴിയും തോറും വീണ്ടും വീണ്ടും സ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇനി അടുത്ത രണ്ടാമത്തെ കേട്ടോണം, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ഓക്കെയാണേ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെയല്ലേ? അതായത് പാരമ്പര്യമായി ഉപയോഗിക്കുന്നത് ഇവയല്ലേ? അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ് അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൺവെൻഷണൽ എനർജി സോഴ്സ്. കൺവെൻഷണൽ എനർജി സോഴ്സ്. ഓക്കെയാണേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. കൺവെൻഷണൽ എനർജി സോഴ്സ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്. ഓക്കെയാണേ. ഇതെല്ലാം ഒന്നാണ്. അപ്പം കൺവെൻഷണൽ എനർജി സോഴ്സ് അതിൻ്റെ മലയാളം പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്നാണ്. അത് തന്നെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്. ഓക്കെയാണേ. ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കുക. അപ്പം മറ്റേതെന്തായിരിക്കും? റിന്യൂവബിൾ എനർജി സോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. കാരണം അവർ പണ്ട് തൊട്ട് ഉപയോഗിക്കണില്ല. അവർ പണ്ട് തൊട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പാരമ്പര്യമായി ഉപയോഗിക്കുന്നവയല്ല, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെയാണേ. നിലവിൽ നമ്മൾ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നതും ഏത് ഊർജ്ജ സ്രോതസ്സിനെയാണെന്ന് ചോദിച്ചാൽ അതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സ്, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. ഓക്കെയാണേ. ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്. ക്ലിയർ ആണേ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എന്തും പറയാം, റിന്യൂവബിൾ എനർജി എന്നും പറയാം. റിന്യൂവബിൾ എനർജി. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു നോൺ കൺവെൻഷണൽ എനർജി എന്നും പറയാം. ഓക്കെയാണ്. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി അടുത്ത പോയിന്റ്, ഇങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഒരിക്കലും പ്രകൃതിക്ക് ഹാനികരമല്ല. ഓക്കെയാണേ. അതൊരു മറ്റൊരു ഘടകമാണ്. കാരണം നിലവിൽ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളായാലും ഫോസിൽ ഇന്ധനങ്ങളായാലും അതൊക്കെ പ്രകൃതിക്ക് എന്താണ്? ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഈ പാരമ്പര്യേതര ഇന്ധനങ്ങൾ ഒരിക്കലും പ്രകൃതിക്ക് ഹാനികരമാവുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കണേ. അതുകൊണ്ട് തന്നെ ഈ ഊർജം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹരിതോർജം. ഓക്കെയാണേ. ഹരിതോർജം അതായത് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. ഓക്കെയാണേ. ഹരിതോർജം, ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. ഒരു തവണ PSCയുടെ പരീക്ഷയ്ക്ക് ഹരിതോർജം എന്നും മറ്റൊരു തവണ ക്ലീൻ എനർജി എന്നും ചോദിച്ചാൽ അപ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെല്ലാം
പ്രകൃതിക്ക് ഹാനികരമല്ല, അതെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ വരണം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുകയാണ്, എന്താണ്? സൗരോർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോഗ്യാസ്, ബയോമാസ്. തൽക്കാലം പറഞ്ഞതാണ്, ഓക്കെയാണ്. അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് കേട്ടോണേ, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, ആ ഊർജ്ജ സ്രോതസ്സുകൾ, അങ്ങനെയുള്ള അവയിൽ നിന്നുള്ള ഊർജ്ജത്തെയാണ് നമ്മൾ ഹരിതോർജ്ജം എന്ന് വിളിക്കുന്നത്. ഹരിതോർജ്ജം അഥവാ ക്ലീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജി. ആദ്യം സൗരോർജ്ജം, ഓക്കെയാണേ. കാരണം നമ്മൾ തന്നെ പറയാറുണ്ട്, പ്രപഞ്ചത്തിലെ ഊർജ്ജ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഊർജ്ജം ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഊർജ്ജദായകമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതും ആരെയാണ്? സൗരോർജ്ജത്തെയാണ്. ഓക്കെയാണേ. ഇനി ശ്രദ്ധിച്ചേക്കണേ, സൗരോർജ്ജം നമുക്ക് തന്നെ അറിയാം, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് സൗരോർജ്ജം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ നമുക്ക് വിവിധ ഊർജ്ജ രൂപങ്ങളായിട്ട് ഉപയോഗിക്കാം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധിച്ചേക്കണേ, PSC ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾക്ക് ഇത്ര വരെ ഇന്ന സ്ഥാനം എത്ര, അതായത് ഇത്ര നാളിനകത്ത് ഈ ഒരു വർഷത്തിനകം വരെ എത്ര സ്ഥാനം എത്ര എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്ന വർഷം വളരെ ശ്രദ്ധിച്ചോണം. 2023 കണക്ക് പ്രകാരം സൗരോർജ്ജത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 3ആണ്. ഇത് അത്രയ്ക്ക് വാർത്താ പ്രാധാന്യം വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, 2015 ഇന്ത്യയുടെ സ്ഥാനം 9ാം സ്ഥാനമായിരുന്നു. ഓക്കെയാണ്, 9ാമത്തെ പൊസിഷനിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത്. എന്നാൽ 2023 എത്തിയപ്പോഴേക്കും 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 3ാം സ്ഥാനത്തിലേക്ക് ഇന്ത്യ എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒക്കെ പുതിയ പുതിയ കണക്കുകൾ പുറത്തേക്ക് വരാറുണ്ട്. അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു വിഷയത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ, സയൻസിനൊരു ബേസ് ഉണ്ട്, പക്ഷേ ടെക്നോളജി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെലവൻ്റ് ആയിട്ട് കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഓക്കെയാണേ. ഇവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 2023 കണക്ക് പ്രകാരം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെയാണേ. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ശ്രദ്ധിച്ചേക്കണം, 2024 ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയുടെ സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്രയാണ്? വളരെ വ്യക്തമായിട്ട് കേൾക്കണേ, സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്രയാണ് എന്ന് ചോദിച്ചാൽ 84.28 ജിഗാവാട്ടാണ്. ക്ലിയർ ആണേ. വേണമെങ്കിൽ ചോദിക്കാം, കൃത്യമായിട്ട് പഠിക്കണം, പഠിച്ചു വച്ചിരിക്കണം. ശ്രദ്ധിച്ചു കേട്ടോ. ഇതുവരെയുള്ള കണക്ക് പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്ര എന്ന് ചോദിച്ചാൽ 84.28 ജിഗാവാട്ടാണ്. ഓക്കെയാണ്. സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ 84.28 ജിഗാവാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്കുകൾ മാറാം. നിലവിൽ ഇന്ന് വരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്, 84.28 ജിഗാവാട്ട്. അതിനെ 100ന് മേളിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഇപ്പോൾ കണക്കാക്കുന്നത്. ഏകദേശം 190 ജിഗാവാട്ടിലൊക്കെ എത്തിക്കണമെന്നുള്ളതാണ് 2030 കൊണ്ട് കണക്ക് കൂട്ടുന്നത്. പക്ഷെ തൽക്കാലം നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ നിലവിൽ നോക്കുന്നത് ഇന്ത്യയുടെ സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 84.28 ജിഗാവാട്ടാണ്. ഓക്കെ ആണല്ലോ. മാത്രമല്ല, ഒരു ശരാശരി കണക്ക് പ്രകാരം ഏകദേശം 40% നിന്നാണ് ഇന്ത്യയിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നുള്ള ഊർജ്ജം ലഭിക്കുന്നത്. ശ്രദ്ധിച്ചേക്കണേ, ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ശതമാനക്കണക്ക് എത്രയാണ്, അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ ശതമാനക്കണക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 40%. ഓക്കെയാണ്. ഉൽപാദനത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർ നൽകുന്ന സംഭാവന എത്രയാണെന്ന് ചോദിച്ചാൽ അത് 14.7%. അതായത് ഏകദേശം 15%. ഈ ശതമാനക്കണക്ക് എന്തിനാണെന്നുള്ളത് ഞാൻ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചാണ്. ആണവോർജ്ജത്തിൽ നിന്നുള്ള ശതമാനക്കണക്ക് എത്രയാണെന്ന് PSC പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കുകയാണ്, സൗരോർജ്ജത്തിൽ നിന്ന് എത്രത്തോളം ഊർജ്ജമാണ് അല്ലെങ്കിൽ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അത് ഏകദേശം 15% മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത്. ഓക്കെ ആണേ. വളരെ വ്യക്തമായിട്ട് കേട്ടോണം. ഇന്ത്യയുടെ സൗരോർജ്ജ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ നിലവിൽ 84.28 ജിഗാവാട്ട്. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്ന്, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന്
നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് അവയിൽ നിന്ന് കിട്ടുന്ന ശതമാനം എത്രയാണ്? 40% ഏകദേശം 30 മുതൽ 45% ഇടയ്ക്കാണ്. നമുക്ക് 40 കണക്കാക്കാം. 40% ആണ്. ക്ലിയർ ആണ്? അങ്ങനെയെങ്കിൽ ആ 40% സൗരോർജ്ജത്തിൽ നിന്നുള്ള സംഭാവന എത്രയാണെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. 15%. വളരെ വ്യക്തമായിട്ട് കേട്ടോണം, കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ അടുത്ത് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുകയാണ്. ക്ലിയർ ആണ്? ഇനി നമ്മൾ പറഞ്ഞു ലോകരാജ്യങ്ങൾക്കിടയിൽ 2023 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 3-ാം സ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ സൗരോർജ്ജ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? രാജസ്ഥാനാണ്. 2-3 നമ്മൾ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി പഠിക്കുന്നതാണ്. ഗുജറാത്തും കർണാടകയും. ഓക്കെ ആണേ. അപ്പം നിലവിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. തൊട്ട് പിറകിൽ ഗുജറാത്താണ്. ഏറ്റവും പിറകിൽ ആരാണ്? ഏറ്റവും പിറകിൽ എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനമാണ്. ഏറ്റവും അവസാനമെന്നല്ല, 3-ാം സ്ഥാനം ആരാണ്? കർണാടകയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്കൂൾ ക്ലാസ്സുകൾ, അതായത് SCERT NCERT പാഠപുസ്തകങ്ങളിൽ ഈ ഒരു മേഖലയിലേക്ക് ആഡപ്പ് ചെയ്യേണ്ട എന്തൊക്കെ ഇൻഫർമേഷനുകളുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം വിവിധ പരീക്ഷകൾക്കായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഒരു പക്ഷേ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ ആണേ. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഈ സൗരോർജ്ജത്തെ നമ്മൾ തന്നെ പറഞ്ഞു, സൗരോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റാൻ കഴിയും. ആ സൗരോർജ്ജത്തെ മറ്റു ഊർജ്ജ രൂപങ്ങളൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ സൗരോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെൽ എന്ന് പറയുന്ന ഉപകരണം. ക്ലിയർ ആണേ. അവിടെ വേണമെങ്കിൽ എനർജി കൺവേർഷൻ ചോദിക്കാം, കാരണം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഊർജ്ജ കൈമാറ്റങ്ങൾ എങ്ങനെയെന്നുള്ളതൊക്കെ. അപ്പോൾ സൗരോർജ്ജത്തിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? വൈദ്യോർജ്ജം ഉണ്ടാക്കുന്ന ഉപകരണമാണ് ഏത്? സോളാർ സെൽ. വായിച്ചു നോക്കിയേ. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഏത്? സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി ഇവയുടെ പ്രത്യേകത, ഇവയെ PN ജംഗ്ഷൻ ഡയോഡാണ്. ഇതെന്ത് ഡയോഡാണ്? PN ജംഗ്ഷൻ ഡയോഡാണ്. എന്ത് ഡയോഡാണ്? PN ജംഗ്ഷൻ ഡയോഡാണ്. ഒന്നുമില്ല, ഒരു P ടൈപ്പും N ടൈപ്പും കൂടെ ചേർത്ത് വെക്കുന്നതാണ് ഏത്? PN ജംഗ്ഷൻ ഡയോഡ്. ഞാൻ പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും P ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ പറയുന്ന PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഈ PN ജംഗ്ഷൻ ഡയോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ നിർമ്മിച്ചിരിക്കുന്ന സിലിക്കൺ കൊണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ ആണേ. കൃത്യമായിട്ട് പഠിക്കണേ. ഇത് നിർമ്മിച്ചിരിക്കുന്ന സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കൺ കൊണ്ടാണ്. ഓക്കെ ആണേ. എന്തുകൊണ്ടാണ്? സിലിക്കൺ. കാരണം സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കണും ജെർമേനിയും ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഒരു സയൻസ് ഫാക്റ്റ് ആണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുന്നില്ല, ആ സാൻഡ്വിച്ച് പോലെയാണിത്. അതായത് മുകളിൽ N ടൈപ്പ്, താഴെ P ടൈപ്പ്. ഓക്കെ ആണേ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗമുണ്ട്, അതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് കുറച്ച് സയൻസ് വശമാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു N ടൈപ്പ്, ഒരു P ടൈപ്പ്, ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഓക്കെ ആണേ. അപ്പോൾ ഇതിലേക്ക് N ടൈപ്പിലേക്ക് സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ P ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഇലക്ട്രോണിൻ്റെ ചെറിയൊരു പ്രവാഹം ഉണ്ടാവും. ഓക്കെ ആണേ. ഇലക്ട്രോണിൻ്റെ പ്രവാഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഒഴുക്കുണ്ടാവുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്തുണ്ടാവും? വൈദ്യുതി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെയല്ല, കുറച്ച് കോംപ്ലക്സ് ആണത്, എന്നാലും മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാവുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് ഇവിടെ വൈദ്യുതിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഓക്കെ അല്ലേ? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഫോട്ടോ മീൻസ് ലൈറ്റ്, വോൾട്ടായിക് മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ വോൾട്ടേജ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണെന്നറിയാം സിമ്പിളായിട്ട്. കാരണം ഈ ഒരു റിന്യൂവബിൾ എനർജി ഏതൊക്കെ രൂപത്തിലേക്ക് മാറ്റുന്നതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ സോളാർ സെല്ലിൽ എങ്ങനെയാണ് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു? അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്, സിലിക്കൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറ്റുമോ? ഇനി ഇവിടെ ഉണ്ടാവുന്ന വൈദ്യുതിയെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ബാറ്ററി വേണം. വൈദ്യുത ബാറ്ററിയിൽ സംഭരിച്ച് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. ക്ലിയർ ആണേ. ഇനി സോളാർ സെല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് കണക്കെടുക്കാം. ഒരു സോളാർ സെല്ലിൽ നിന്നുണ്ടാവുന്ന വൈദ്യുതിയുടെ വോൾട്ടത 0.5 വോൾട്ടാണ്. ഓക്കെ ആണേ. ഒരു കണക്കാണ്. അപ്പോൾ ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്നത് 0.5 വാൾട്ടാണ്. അത് ഒരിക്കലും നമുക്ക് മതിയായിട്ടുള്ളൊരു വൈദ്യുതി അല്ല ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ സോളാർ സെൽ ഒന്നായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, ഒരു കൂട്ടം സോളാർ സെല്ലുകൾ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് സോളാർ പാനൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ. ഇപ്പം എന്ത് പറയാം? അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചാണ് സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ആണേ. അനേകായിരം സോളാർ സെല്ലുകളെ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സോളാർ പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. സോളാർ പാനലുകളിൽ നിന്നുള്ള ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററികൾ സംഭരിച്ച് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ ആണേ. കാരണം ഈ ഉണ്ടാവുന്ന വൈദ്യുതി നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമുക്കതിനെ സംഭരിക്കാൻ പറ്റും, അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, ഇത്തരത്തിൽ സംഭരിക്കുന്ന വൈദ്യുതിയെ നമുക്ക് വേണമെങ്കിൽ
KSEBിക്ക് കൈമാറാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും, വിൽക്കാൻ കഴിയും. ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആണേ. അപ്പോൾ സോളാർ സെൽ എന്താണെന്നും സോളാർ പാനൽ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. സൗരോർജ്ജത്തെ ഉപയോഗപ്പെടുത്തുന്ന 2 ഉപകരണങ്ങളാണ് ഈ സോളാർ സെല്ലും സോളാർ പാനലും. ക്ലിയർ ആണേ. അടുത്തത് പ്രീവിയസ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഭാഗമാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് സിയാൽ എന്ന് പറയുന്നത്. ഇതാണ് സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് സിയാൽ. ഓക്കെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അതാണ് സിയാൽ. 2015 ഈ പ്രഖ്യാപനം നിലവിൽ വരുന്നത്. ഓക്കെയാണ്, 2015 പ്രഖ്യാപനം വരുന്നത്. ഓക്കെ, ഇനി ഹരിത ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളമാണ്. പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു മേഖലയിൽ നിന്ന്. ഓക്കെയാണ്. ഹരിത ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന, ഹരിത ഊർജ്ജം നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഗ്രീൻ എനർജി എന്താണെന്നുള്ളത്. അപ്പോൾ ആ വാക്കിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കണം. ഹരിത ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നു. ഓക്കെ ആണേ. ഇനി നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം എപ്പോഴും വൈദ്യോർജ്ജമാക്കി മാറ്റുകയൊന്നും അല്ല ചെയ്യുന്നത്. ആ ഊർജ്ജത്തെ എന്താക്കി മാറ്റാറുണ്ട്? നമ്മൾ വീണ്ടും എന്താക്കി മാറ്റാറുണ്ട്? അതിൽ നിന്ന് താപോർജ്ജമാക്കി മാറ്റാറുണ്ട്. അങ്ങനെ സൗരോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ. സൗരോർജ്ജം അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട സൗരോർജ്ജത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയെടുക്കുന്ന ഉടമ്പടികൾ. ആ ഉടമ്പടികൾ ഒരുപക്ഷെ കറണ്ട് അഫയർ രൂപത്തിൽ ചോദിക്കാം, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തും ചോദിക്കാം. ഓക്കെ ആണ്. അങ്ങനെ ഒരു ഉടമ്പടിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ISA എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടും. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ ആണ്. സൗരോർജ്ജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഫ്രാൻസ് സഖ്യങ്ങൾ സംയുക്തമായി ആരംഭിച്ച സഖ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആർക്കൊക്കെ ഇടയിൽ, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സഖ്യത്തിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇടയിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ സഖ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, ബാക്കി രാജ്യങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, വളരെ വ്യക്തമായിട്ട് കേൾക്കണം. അത് സംയുക്തമായി ആരംഭിക്കുന്നത് ആരാണ്? ഇന്ത്യയും ഫ്രാൻസുമാണ് എന്നുള്ളതാണ്. ഓക്കെ ആണ്. അപ്പോൾ സൗരോർജ്ജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഫ്രാൻസ് സഖ്യങ്ങൾ സംയുക്തമായി ആരംഭിച്ച സഖ്യമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണല്ലോ. ഇനി ഇത് മാത്രം പോരാ, ഇത് ആരംഭിച്ച വർഷവും ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം. 2015 നവംബർ 30. ഓക്കെ ആണ്. 2015 നവംബർ 30. ഓക്കെ ആണ് ഈ ഒരു സഖ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആസ്ഥാനമുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആസ്ഥാനവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുഗ്രാം ആണ്, ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ഓക്കെ ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആർക്കൊക്കെ ഇടയിൽ, ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ രൂപവൽക്കരിച്ച വർഷമെന്ന് 2015 നവംബർ 30. ആസ്ഥാനം എവിടെ? അത് ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ഇനി ISA ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് 119 രാജ്യങ്ങളാണ്. അതിൽ അവസാനത്തെ രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 119ാമത്തെ രാജ്യം മാൾട്ട എന്ന് പറയുന്ന രാജ്യമാണ്. ഓക്കെ ആണേ. 119ാമത്തെ രാജ്യം ഏതാണ്? മാൾട്ട എന്ന് പറയുന്ന രാജ്യമാണ്. മാത്രമല്ല 2030 $1,000 ബില്യൺ സമാഹരിക്കാനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓക്കെ ആണേ. 2030 $1,000 ബില്യൺ നിക്ഷേപം സമാഹരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ഒരു ചോദ്യ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, ആ സഖ്യം ഉണ്ടാക്കിയത് ആർക്കൊക്കെ ഇടയിൽ? ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും മാത്രമല്ല, നിലവിൽ അതിലെ എണ്ണസംഖ്യ പോലും 119 രാജ്യങ്ങൾ അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ആരംഭിച്ച വർഷം എന്ന് 2015 നവംബർ 30. ആസ്ഥാനം എവിടെ? അതെവിടെയെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ഇനി അതിൽ 119ാമായി ഒപ്പുവെച്ച രാജ്യം ഏത്? മാൾട്ടയാണ്. 2030 $1,000 ബില്യൺ നിക്ഷേപം സമാഹരിക്കലാണ് ലക്ഷ്യം. ഓക്കെ ആണേ. ഇനി മറ്റു ചോദ്യങ്ങളിലേക്ക് നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമമാണ് മൊധേര, ഗുജറാത്തിലാണ്. ഓക്കെ ആണേ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം. അപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ആദ്യത്തെ സൗരോർജ്ജ സമ്പൂർണ്ണ ഗ്രാമമാണ്. അതായത് അത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രാമമാണ് ഗുജറാത്തിലെ മൊധേര. ഓക്കെയാണ്. നെറ്റ് റിന്യൂവബിൾ എനർജി ജനറേറ്ററായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി പ്രധാനമന്ത്രി ഇതിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഓക്കെയാണേ.
നെറ്റ് റിന്യൂവബിൾ എനർജി ജനറേറ്റർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, റിന്യൂവബിൾ എനർജി ജനറേറ്റർ, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സാണ് ഏത്? സൗരോർജ്ജം. അങ്ങനെയുള്ള ആദ്യ ഗ്രാമമായി പ്രധാനമന്ത്രി ഏതിനെ പ്രഖ്യാപിക്കുന്നു? മൊതേരയെ പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമമാണ് ഇത് മൊതേര, ഗുജറാത്ത്. ഓക്കെയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി, ആസാം. ഓക്കെയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഏത്? ഗുവാഹത്തി. ഏത്? ഗുവാഹത്തി, ആസാം. ഗുവാഹത്തി, ആസാം. അടുത്തത്, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിന് നല്ല പ്രാധാന്യം. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ദിയു എന്ന് പറയുന്നത്. നമ്മൾ ദാമൻ ആൻഡ് ദിയു കേട്ടിട്ടില്ലേ? അതിൽ ദിയു. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ദിയു എന്ന് പറയുന്നത്. ഓക്കെയാണേ. അടുത്തത് 2020 KS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗാന്ധിജിയുടെ 150ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി സോളാർ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് ആഗോള സംഘടനയുടെ ആസ്ഥാനത്താണ്? ഐക്യരാഷ്ട്രസഭ. ഓക്കെയാണേ. അപ്പോൾ ഒന്നുകൂടെ കേട്ടോണേ. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സോളാർ പാർക്ക് സ്ഥാപിച്ചത് ഏത് പ്രമുഖ സംഘടനയുടെ, ആഗോള സംഘടനയുടെ ആസ്ഥാനത്തായിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്താണ്. ഓക്കെ ആണേ. അപ്പോൾ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ. ഈ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിൽ നിന്ന് നിലവിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ലളിതമായ ചോദ്യങ്ങളാണ്. എങ്കിൽ പോലും ഈ പറയുന്ന വസ്തുതകൾ കൂടി പഠനത്തിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല ടെക്നോളജി പരമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ കൂടി പരിശോധിക്കുക. നമ്മൾ അടുത്തയിലേക്ക് കിടക്കുകയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഓക്കെ ആണേ. പവനോർജ്ജം എന്ന് പറയാം, പക്ഷെ പവനോർജ്ജം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം അഥവാ വിൻഡ് എനർജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപം തന്നെയാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഓക്കെ ആണേ. കാറ്റെന്തായാലും നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. മർദ്ദവ്യത്യാസം മൂലം കാറ്റുണ്ടാവും. അപ്പോൾ ആ കാറ്റ് എപ്പോഴും ലഭ്യമാവുന്നത് കൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ഏത്? കാറ്റെന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ തന്നെ ഇഷ്ടം പോലെ കാറ്റാടി പാടങ്ങളും മറ്റും കണ്ടിട്ടുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്? ഈ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ടർബൈനെ കറക്കും. ആ ടർബൈനെ കറക്കുമ്പോൾ ആ ടർബൈനാണ് പിന്നീട് ഇതിനെ എന്താക്കി മാറ്റുന്നത്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന കാറ്റാടി പാടത്തിലൊക്കെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യാന്ത്രികോർജം കറങ്ങുകയാണല്ലോ. യാന്ത്രികോർജം അല്ലെങ്കിൽ പവനോർജം, യാന്ത്രികോർജം എന്തായി മാറുന്നു? വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രായോഗിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവേ നമുക്കുണ്ടാകുന്ന ചിന്താഗതിയാണ് കാറ്റുള്ള ഭാഗത്തെല്ലാം കൊണ്ട് നമുക്ക് ഈ പറയുന്ന കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ചുകൂടെ എന്ന്. എങ്കിൽ നമ്മൾ പോകുന്ന പല പ്രദേശങ്ങളും നമുക്ക് ഈ ഒരു കാറ്റാടി പാടങ്ങൾ കണ്ടേനെ. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യയുടെ ഒരു കാര്യം നോക്കിയാൽ പോലും ചില സംസ്ഥാനങ്ങളിൽ ഉണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കാറ്റാടി പാടങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മണിക്കൂറിൽ 15 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ മണിക്കൂറിൽ 15 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന ഭാഗങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിയൂ? കാറ്റാടി പാടങ്ങളെ ഉപയോഗിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കാറ്റാടി പാടങ്ങളുടെ സഹായത്തോടു കൂടി വൈദ്യോർജ്ജം നിർമ്മിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർഷത്തിൽ കൂടുതൽ സമയം കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഇനി ഇന്ത്യ ഗവൺമെൻറ് 1983-84 കാലഘട്ടത്തിലാണ് ദേശീയ കാറ്റാടി വൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ 83-84 കാലഘട്ടത്തിലാണ് എന്ത് ആരംഭിക്കുന്നത്? ദേശീയ കാറ്റാടി വൈദ്യുത പദ്ധതി. ദേശീയ കാറ്റാടി വൈദ്യുത പദ്ധതി. ഓക്കെ ആണേ. അതായത് ദേശീയ തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ 83-84 കാലഘട്ടത്തിലാണ് അന്ന് ആരംഭിക്കുന്നതാണ് ഏത്? ദേശീയ കാറ്റാടി വൈദ്യുതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് ഈ പറയുന്ന കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ആ ഒരു മൊമെൻറ്റിൽ ഇത് കഴിയുന്നത് ഏത് കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറിവാണ് അവിടെ ഒരു മാർക്കിന് നാളെ ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാർക്ക്. അത് കളയരുത്. ഓക്കെയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജമാണ്. പക്ഷെ കാറ്റിൽ നിന്ന് ഊർജ്ജം ലഭിക്കണമെങ്കിൽ മണിക്കൂറിൽ 15 കിലോമീറ്ററിൽ കൂടുതലായിരിക്കണം കാറ്റിൻ്റെ വേഗത എന്നുള്ളത് നിർബന്ധമാണ്. 83-84 കാലഘട്ടത്തിലാണ് ദേശീയ കാറ്റാടി വൈദ്യുതി പദ്ധതി ആരംഭിക്കുന്നത്. ഓക്കെയാണേ. അടുത്തത്, കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന ഒന്നാമതുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ചൈന തന്നെയാണ്.
കാറ്റ് ഉപയോഗിച്ച്, ശ്രദ്ധിച്ചേട്ടണം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെ? ചൈന. നിലവിലെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 4-ാം സ്ഥാനം. ഓക്കെയാണേ. ഈ സ്ഥാനമാനങ്ങളൊന്നും നിങ്ങൾ തൽക്കാലം കാണാതെ പഠിക്കരുത്. കാരണം കാണാതെ പഠിച്ചുള്ള പ്രശ്നം ഒരു പക്ഷേ നാളെ അത് മാറിയാലും നിങ്ങളുടെ മനസ്സിൽ പഴയ വിലകളായിരിക്കും കിടക്കുന്നത്. ഇത് നിലവിലെ റെഫറൻസ് ആണ്. ഇത് വച്ചുകൊണ്ട് നിങ്ങൾ കറണ്ടായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെയാണ്. നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4-ആണ്. ഓക്കെയാണ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. കാരണം നാളിതുവരെ തമിഴ്നാടായിരുന്നു. എന്നാൽ തമിഴ്നാടിനെയും മറികടന്നുകൊണ്ട് പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ആരാണ്? ഗുജറാത്താണ്. 2-ാം സ്ഥാനത്ത് ഏതാണ്? തമിഴ്നാടാണ്. ഓക്കെയാണ്. തെറ്റരുതേ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബോധേഡ് ആയിക്കൊണ്ടിരുന്ന ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ്. കാരണം ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനം അല്ലെങ്കിൽ സുപ്രീമായിട്ട് നിന്നിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അത് തമിഴ്നാടായിരുന്നു. എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം അതിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണ്? ഗുജറാത്താണ്. 2-ാം സ്ഥാനത്തേക്ക് തമിഴ്നാട് പിന്തള്ളപ്പെട്ടു. മാത്രമല്ല നിലവിൽ കാറ്റിൽ നിന്നുള്ള ഊർജത്തിൻ്റെ ഉൽപ്പാദനം, ഇന്ത്യയിൽ കാറ്റിൽ നിന്നുള്ള ഊർജത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവ് 45.87 ജിഗാവാട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത്രയും ഓർമ്മയുണ്ടല്ലോ, 84.28 ജിഗാവാട്ടായിരുന്നു. ഓക്കെ ആണേ, 84.28 ജിഗാവാട്ടായിരുന്നു. അതിപ്പോൾ നിലവിൽ എത്ര? 45.87 ആണ്. 45.87 ജിഗാവാട്ടാണ്. മാത്രമല്ല ഇന്ത്യയുടെ ഊർജ സ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഊർജ ഉൽപാദനത്തിലേക്ക് കാറ്റിൽ നിന്നുള്ള ഊർജം സംഭാവന നൽകുന്നത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ഏകദേശം 10%. നേരത്തെ സൗരോർജ്ജം എത്ര ശതമാനമായിരുന്നു? 15%. ഏകദേശം 14.7% അല്ലെങ്കിൽ അത് 15%. എന്നാൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എത്രയാണ്? അത് ഏകദേശം എത്ര ശതമാനമാണ്? 10%. ക്ലിയർ ആണേ? ശതമാനത്തിന്റെ കണക്ക് എടുത്ത് പഠിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ചോദ്യങ്ങൾക്കിടയിൽ ഒരു ചോദ്യം ശതമാന കണക്കാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ചെറിയ തെറ്റുകൾ പോലും നമ്മളവിടെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതുകൊണ്ടാണ് 10%. അത് എക്സാക്റ്റ് കണക്കല്ല, ഏകദേശം 10% എന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ ആണേ? അതും ഈ പറയുന്നത് പോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെയാണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരെണ്ണം എന്താണെന്ന് ചോദിച്ചാൽ വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം പ്രഖ്യാപിച്ച വർഷമെന്ന്. വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം പ്രഖ്യാപിച്ച വർഷം 2018. ശ്രദ്ധിച്ചേട്ടോണേ, ഇന്ത്യ ഗവൺമെന്റ് വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം പ്രഖ്യാപിച്ച വർഷം 2018. ഇത് വേറൊന്നുമില്ല, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം, അതായത് സൗരോർജം അല്ലെങ്കിൽ സൗരോർജ പാനലുകളിലെ സോളാർ പാനലുകൾ ഉപയോഗിക്കുന്ന പാടങ്ങളിൽ നിങ്ങൾക്ക് ഏതും ഉപയോഗിക്കാം. ഈ പറയുന്ന കാറ്റാടി പാടങ്ങൾ ഉപയോഗിക്കാം. അതായത് ഒരേ ഭൂമി തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതായത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ സൗരോർജ്ജത്തിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനവും പറ്റുമെന്നുള്ളതിൻ്റെ ഒരു നയം, അതായത് ആ ഭൂമി തന്നെ രണ്ടിടത്തും ഉപയോഗിക്കാം എന്നുള്ള നയം 2018. അപ്പോൾ വേണമെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാം, വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം പ്രഖ്യാപിച്ച വർഷം 2018. വിൻഡ് സോളാർ ഹൈബ്രിഡ് നയം പ്രഖ്യാപിച്ച വർഷം എന്നാണ് 2018. ഓക്കെ ആണേ?